ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീല ഷെരീഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റുമായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കായാലും വിരുന്നുകാർ വരുമ്പോഴത്തേക്കായാലും അവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എന്തായാലും നോക്കാൻ വേണ്ടത്, ഞാൻ 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഒരു മുട്ടയും കൂടെ ഇട്ട് കുക്കറിലിട്ട് 2 വിസിൽ വേവിച്ചെടുത്തതാണിത്. ഇത് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഇത് ഫോർക്ക് വെച്ചൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. പിന്നെ അതാ ഒരു എഗ്ഗ് പുഴുങ്ങിയ മുട്ടയാണിത്, അത് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ഒഴിവാക്കാം. പിന്നെ ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. വെജിറ്റബിൾസ് മാത്രം വെച്ച് ചെയ്യാം. ഇത് ചെറിയൊരു സവാള ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ മല്ലിയില ചോപ്പ് ചെയ്തത്, പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഈ മിക്സ് എണ്ണയിൽ വാട്ടയെടുക്കുക ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസാണ്. ഇത് നമ്മൾ എടുക്കുന്ന സാധാ ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത്, ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ മാവ് കൂടെയാണ്. നിങ്ങൾക്ക് കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ മാത്രം എടുത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു തിക്ക് ബാറ്ററായിട്ട് എടുക്കണം. അത് ഇതിൽ മുക്കിയിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വേണം എടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബാറ്റർ. നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു ബ്രെഡാണ്. അതിൻ്റെ പുറത്ത് നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ് നമുക്ക് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത ചീസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് കൂടെ വെച്ച് നമുക്കിത് 4 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കണം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതേപോലെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും റിലേറ്റീവ്സിനായാലും സുഹൃത്തുക്കൾക്കായാലും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളെല്ലാം ഇതേപോലെ ഈ ബാറ്ററിൽ മുക്കി മാറ്റി വയ്ക്കാം. ഞാനിത് 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 12 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കുക്കിംഗ് ഓയിലാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുറച്ച് കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം.
നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ ഈ എണ്ണയിൽ വറുത്തെടുക്കാം. അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് സോസ് കൂട്ടി കഴിക്കാനായാലും നല്ല, വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണിത്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയും ടേസ്റ്റിയാണ്. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, ഒരു സ്നാക്ക്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.